ഹലോ ഗായ്സ്, വെൽക്കം ടു എപ്പിക് ഗെയിമിംഗ് വേൾഡ് ഗൈസ്. ഗൈസ് നമ്മൾ ഞാൻ ജസ്റ്റ് ഒരു റീക്യാപ്പ് തരാം. നമ്മൾ ഈ മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ ഷീപ്പ് ഫാം ഉണ്ടാക്കി. ഇന്ന് ഞാൻ ആ ഷീപ്പ് ഫാമിനെ ഒരു ഷീപ്പ് ഷോപ്പാക്കാൻ പോവാണ്. പറഞ്ഞു കേട്ടില്ല, ഷോപ്പാക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, ഇവിടെ ഏടിയൊന്നും ഫാം ഷോപ്പ് ഉണ്ടാക്കില്ല എന്ന് അറിഞ്ഞ് നമ്മളിവിടെ ആദ്യം ഫാമുകളൊക്കെ ഉണ്ടാക്കിയിട്ടേക്ക് എന്തിന്ന് മാങ്ങാണ്ടില്ല മര്യാദക്ക് ഫാം ഉണ്ടാക്കിയോ. ഇതൊക്കെയാണ് സംഭവം. നെറ്റ് ഇഷ്യൂ പറഞ്ഞിരുന്നു അങ്ങനെ വന്നേ വേണ്ടിയാവാൻ ഞാൻ നമ്മൾ ഫുൾ ഫിക്സ് ചെയ്തിട്ട് ഗ്യാദർ ചെയ്തിട്ടുണ്ട് വേസ്റ്റ് മെറ്റീരിയൽസ്. ഒക്കെ കിട്ടാൻ സിമ്പിളായിരുന്നു. ഇതൊക്കെ നമ്മുടെ ഇതുണ്ടായിരുന്നു, എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. വൂൾന്നൊക്കെ അറിയാം നമ്മൾ എഫിഷ്യന്റ് വൂൾ ഫാം ഉണ്ടാക്കി. പിന്നെ ഇതെല്ലാം സിമ്പിൾ ആയിരുന്നു, എല്ലാം എൻ്റെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അത്ര ഇതൊന്നും ഉണ്ടായില്ല. പിന്നെ നെതറൈറ്റ് ആവണം എല്ലാം കോഡ് ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ടായില്ലേ? കാണിച്ചിട്ട് ഞാൻ പറഞ്ഞത് ഞാൻ ഇവിടുന്ന് ഇത് വാങ്ങിയിരുന്നു 3 ത്രോൺസ് എല്ലാത്തിലും 4 ത്രോൺസ്. അപ്പൊ അതും കൂടെ ഇട്ട പൈസ എന്റെ കാശിനോട്ട് ടെമ്പിളൊക്കെ എടുത്തിട്ട് പോയേ. ഇങ്ങനെ ഞാൻ ആദ്യം ആവാം. ഇന്നത്തെ എപ്പിസോഡ് ഞാൻ അങ്ങനെ കാണിച്ചത്. ഇത് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കയറ്റി ഇങ്ങനെ വല്ല ഇതിലേക്ക് പോകേണ്ടത് ബാസ്റ്റിലേക്ക് പോകണ വഴി. എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല ഗൈസ്. ഏതാണ് ഈ വൂൾ ഷോപ്പ് ഒട്ടിക്കാൻ നമ്മൾ ഉണ്ടാക്കാൻ പോകണം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയിട്ട് വരാം ഗൈസ്. നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ ഫാം ഉള്ളിൽ കെട്ടി കഴിഞ്ഞു ഗൈസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫാം ഗൈസ്. ഇതിന്റെ അർത്ഥം പറയുമ്പോൾ അല്ല ഇതിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള ഷീപ്പ് കിട്ടുന്നതാണ് ഇതിന്റെ അർത്ഥം. ഇതിന്റെ സെറ്റപ്പ് ഒക്കെ ഇങ്ങനെയാണ് ഇതിന്റെ ഉള്ളിൽ. നമ്മളിപ്പോ വേറൊരു സംഭവം ചെയ്യാൻ പോകും. അതും എല്ലാം വലുത്. നമ്മൾ പിന്നെ നിങ്ങൾക്ക് ഇൻവെന്റർ നോക്കാൻ മനസ്സിലാവും ഗൈസ്. ഇത്രയും തോട്ടം കയ്യിൽ എനിക്ക് ഒരു സ്റ്റാക്ക് ഇത് ഗോൾഡൻ ആപ്പിള് പറഞ്ഞ നീ തല്ലെടുത്ത് തന്റെ മറ്റേ ഫാം എടുത്താ അയൺ ഫാം എടുത്താ കേടുവന്ന് എന്നോട് പാട്ട് കാര്യമില്ല. കേടുകൊണ്ട് എന്നോട് പാട്ട് കാര്യമില്ല കേട്ടോ. ഞാൻ അവന്മാരുടെ അടുത്ത് ട്രേഡ് ചെയ്താണ് ഇത്രയും ഉണ്ടാക്കിയ ആപ്പിള്. പിന്നെ എപ്പ തരാം ഗൈസ്. നമ്മളിപ്പോ ഇതൊന്നും മനസ്സിലായിണ്ടാവില്ല. നമ്മളിപ്പോ എന്തായാലും ഇതൊക്കെ വെച്ച് ആക്കിയിരിക്കുന്നേ. നമ്മളിപ്പോ ആദ്യം റെയ്ഡ് ചെയ്യാൻ പോവാണ്. എന്റെ ആർമർ ഫുൾ നെതറേറ്റ് ആയിട്ട് ആരെങ്കിലും പാസ്റ്റിലേക്ക് പോകൂടാ. പിന്നെ മുമ്പ് നിനക്ക് ഓർമ്മയുണ്ട് ഗൈസ് എന്റെ കഴിഞ്ഞ സീരീസ് ഹാർഡ് കോർ ഗൈസ് വേൾഡ് ഓഫ് എപ്പിക് ഗെയിമറിൽ ഗൈസ് എന്റെ പൊന്നോ ഞാൻ ചത്ത് ഗൈസ്. എന്നിട്ട് ഞാൻ 2 ദിവസമാണ് എന്റെ ഡിപ്രഷൻ വെച്ചിരുന്നത്. ഇപ്രാവശ്യം താത്ത സാൻഡ്വിച്ചിനാട്ടോ സംഭവം ഗൈസ്.
പക്ഷെ നമ്മൾ ജാവ കോമ്പാക്ട് മാറ്റിയിട്ടുണ്ട് നമ്മുടെ പ്രോ പ്ലേ മോഡ് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ജാവ കോമ്പാക്ട് ഒന്നും പറ്റില്ല, തടസ്സമായി വരും guys. ഫുൾ ബാനില്ല ഷെയ്ഡ് എടാ നീ ഇങ്ങോട്ട് എനിക്കിത് നേരത്തെ അറിയായിരുന്നു എനിക്ക് കഴിഞ്ഞ മെസ്സേജ് എന്ത് ബാസിലേക്ക് പോവാണ്. അപ്പൊ ഞാൻ കുറെ തോട്ടം റെഡിയാക്കി വെക്കാൻ പറഞ്ഞു. പറഞ്ഞ ചെയ്തിട്ടുണ്ട്. ഞാൻ സ്പെഷ്യലായിട്ട് ഒരു പോർഷൻ കൂടെ നമ്മുടെ ശരിയാണ്, എനിക്ക് കിട്ടി. ഞാൻ കിട്ടിയായിരുന്നു. നീ 3 ഉണ്ടാക്കി ആ ചെസ്റ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. തോന്നി ഞാൻ എനിക്കുണ്ട്. മെയിൻലി മിക്കവാറും എന്റെ ഒരു തോട്ടം പൊട്ടാനാണ്. ഞാൻ മിക്കവാറും ഷീൽഡ് ഷീൽഡാണോ? എന്റെ തോട്ടം ഉണ്ട് എന്റെ 2 അപ്പൊ ഞാൻ മാത്രം ഇങ്ങനെ ഞാൻ ഫ്രണ്ട് കയറാൻ നിൽക്കും, നീ പിന്നെ കൂടെ ചാടി വെട്ടിക്കോളാം. പ്രത്യേകിച്ച് മറ്റേ നമ്മൾ ട്രഷർ ബാസിലാണ് പോണേ. അതെ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ബാസിയും തീട്ട ബാസിയും അത്ര പോരാ ഗൈസ്. ഞാൻ പറയാം സവായിയൊക്കെ അറിയാം. പോയ ആർമർ പൂവന്റെ അത് വേറെ അതെ അതുകൊണ്ട് നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ച് എവിടാ വണ്ടി കൂടെ പോടാ. പോയന്റെ ആർമർ പോവും, എന്റെ ടൂൾസ് പോവും, ഇത്രയും തോട്ടം പോവും, ഇത്രയും ആപ്പിൾ പോവും, കുറെ ബ്ലോക്ക് പോവും. അപ്പോൾ നമ്മൾ ഭയങ്കര ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. എടുക്കായിരുന്നു. ഓ ഗായ്സ് എടാ പട്ടി എന്താ എവിടാ ഒരു അമ്പെടുക്കായിരുന്നു ആരോ പിന്നെ എനിക്കൊരു ബോബം ഇങ്ങോട്ട് എൻ്റെ കൂടെ വാ. എടാ 144 -144 പിന്നെ -144 തൂട്ടൊക്കെ തന്നെ ഐശ്വര്യം ഹോട്ട് ബാറിൽ എടുത്ത് വെച്ചോട്ടാ നിന്റെ ഓപ്ഷനൊക്കെ. നമ്മളൊരു ജാവ സാച്ചുറേഷൻ എത്തിക്കൊണ്ട് പിന്നെ പെട്ടെന്ന് ലൈഫ് കയറി പിന്നെ അത് ഓർത്ത് പേടിക്കാൻ. രണ്ട് അടികളുണ്ട്. ഷെയ്ഡ് റെട്ടായിട്ട പോലെ ഷെയ്ഡ് ഇട്ടുണ്ടോ? ഷെയ്ഡർ കിട്ടുമ്പോൾ ഒടുക്കത്തെ ലാഗ്. ഒരു മിനിറ്റ് എങ്ങോട്ടാ നീ പോണേ? നീ ഇപ്പൊ എന്റെ ഫ്രണ്ടില് നിൽക്കുകയാണല്ലോ. പോയല്ലോ ബഗ്രോക്കിന്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ ഷെയ്ഡർ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തായിരുന്നു ഗൈസ്. കാരണം ലാഗൊന്നും അല്ല ഗൈസ്. കാരണം ഈ വഴി പോകുന്നതാ ഈച്ച കാട്ടില് ഇല്ല. നമ്മൾ മൈൻഡ് ചെയ്യണോ? ഐ ഡോണ്ട് ലൈക്ക് മൈൻഡ്. നീ വന്ന പോയാണല്ലോ ഈ പോണത്. എന്തൊക്കെയാണ് നീ കാണിക്കുന്നത്? മാറിയത് എത്ര പേരുണ്ടായിരുന്നു. ഞാൻ കറക്റ്റ് ആയിട്ട് ഉള്ളിൽ കൂടെ ഗൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ എത്തിയിട്ട് കാണിക്കാം ഗൈസ്. ഗൈസ് നമ്മൾ ഫൈനലി ഡെസ്റ്റിനേഷനിലെത്തി. ഇത് അത്ര ദൂരത്തൊന്നല്ലേ ഞാൻ പറഞ്ഞപ്പോ നല്ല ദൂരത്താണെന്ന് വിചാരിച്ചു. ഇത് കേറാൻ എടുക്കാത്ത പടിയാണ്. കുഴിക്കാണ്ട് പിന്നെ ഈ മുകളിൽ കൂടെ പോയടോ. മുകളിലാകുമ്പോ ജസ്റ്റ് ഒരു ചാടിയാ മതി. ഐശ്വര്യം ബ്രൂട്ടൊന്നുമില്ല. തമ്മിലടിച്ച് ചാവരുത് കേട്ടോ. ഇതേപോലെ മറ്റേ കുടിച്ചൊക്കെ ഇറങ്ങിയാലോ. ബ്രൂട്ട് ഉണ്ട് കേട്ടോ അവിടെ. ബ്രൂട്ടൊക്കെ നമുക്ക് വെറും പുല്ലാണ്. എടാ ഈ പട്ടിക നീ ഇറങ്ങി അകത്ത് കയറിയാ ആരോ പിന്നിന്ന് അടിക്കണ്. മറ്റേവനാ മറ്റേ സ്ലൈം അല്ലല്ലോ. എൻ്റെ പേരെന്താ? അതാ മറ്റേ തന്നോട്ടാ. അങ്ങനത്തെ പേരൊന്നും ഇവിടെ സ്പൂണല്ലേ അങ്ങോട്ട് പഠിച്ചേ. നമ്മൾ നോക്കിയാൽ സാധനം കിട്ടി. വീഡിയോ കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഗോൾഡ് എടുത്തു. എൻ്റെ ഗോൾഡ് ഞാൻ അത്ര ഭാസ്കർ
മറ്റേവനായിക്കോളാം ചാടാ പട്ടിക്കായി ഒരു മക്കളെ പട്ടിയെ കൂടുതലാണ് പട്ടി നിലത്തുനിന്ന് സൈഡിൽ നിന്നും അപ്പുറത്തുനിന്ന് കടി അളിയ ഇത് കൊടുക്കാതെ ഞങ്ങൾ വിചാരിച്ച ഞാൻ അങ്ങനെ മുമ്പ് ചത്ത എൻ്റെ ആവിയിൽ ഇഷ്ടമുള്ളൊക്കെ എടുത്തോ മരം നമ്മൾ സംഭവിച്ചിട്ടുണ്ടോ നീ അത്രയൊന്നും പറ്റില്ല അളിയ ചേട്ടൻ്റെ അടുത്ത് പോവാലോ പിന്നെ ഇവിടെ കുറച്ച് ജസ്റ്റ് ഉണ്ട് വാ വീരശൂര പരാക്രമി എത്ര 5-10 മിനിറ്റ് കേറാൻ വണ്ടി അവിടെ കിടന്നു അയ്യോ ബ്രൂട്ട് അയ്യേ എന്ത് തോന്നിയാളതായി മൊണ്ണ ബ്രൂട്ട് 20 ഹാർട്ട് അവൻ്റെ പേരിൻ്റെ പാറി ഗൈസ് ഐ തിങ്ക് സോ നമുക്ക് മുകളിൽ കയറാം ഉമ്മാരൊന്ന് അടിച്ച് താഴെയിട്ടില്ലെങ്കിൽ മുകളിലേക്ക് എത്തും അല്ലെങ്കിൽ മുഞ്ചു അയ്യോ ചേട്ടനെ കൂട്ടാണ്ട് പോയി ദിവസം ഒരു ബ്രൂട്ട് എന്നെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ വരും ഞാൻ ഇവിടെ ബെഡ് വെച്ചാലോ കുടിച്ചോ പൊടിക്കടേ പൊട്ടിക്കേ പൊട്ടിക്കടാ കട്ടിക്കളാ പൊടിച്ച് ബെഡ് വിടുക ബെഡ് പൊട്ടിയോ ആ എന്നാ ഓറഞ്ച് ടീം എലിമിനേറ്റ് അയ്യോ എടാ നമ്മുടെ ബെഡ് പൊട്ടാണ്ട് വെക്കും ഇത് ബെഡ് വാറിലല്ല പറയുമ്പോൾ അവിടെ പല കൈവേറി കാണയാടി കയ്യിൽ കളയാൻ നിനക്കൊന്നും തന്നെ അറിയില്ല ഞാനാ എൻ്റെ മുകളിൽ ഫോണറിനോട് ഉമ്മാരെ സ്പോണർ ഈ സ്ഥലത്താണെന്ന് പറയാൻ പൊടിച്ചാ ഇല്ലടാ നീ ഇപ്പൊ നിക്കണ തൊട്ടടി ആ കണ്ടു എലിമിനേറ്റഡ് ഓറഞ്ച് ബെഡ് പൊട്ടിയേ ഇവര് പ്രാന്തറ അടിച്ച് കൊല്ലടാ അവനെ പറഞ്ഞ് മനസ്സിലാക്ക് ചാവോ ചാവണെങ്കിൽ ഞാൻ രണ്ടാമത് ജനിക്കാൻ അത് ജനിക്കാൻ തയ്യാറായിരുന്നു ഇപ്പൊ ചാവും നീ എവിടെയൊക്കെയോ ചെസ്റ്റുകൾ മൂഞ്ചി 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 ബ്രൂട്ട് വെച്ചാലേ ഇത് നോക്കണേ പ്യോം 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 5-6 ബ്രൂട്ട് നമ്മളെ കാണാൻ വെയിറ്റ് ചെയ്യണം ഇവിടെ ഒരുത്ത ലാവിപ്പോ വേറെ എത്തുമ്പോ ഫയറാണ് നാല് മിനിറ്റോടെ ഉണ്ട് ഫയർ ഹോസ്പിറ്റൽ കൊണ്ട് ഓ ഫ്രണ്ടിൽ അടിച്ച് നീ ബാക്ക് നിന്ന് അടിച്ചു അപ്പൊ അവിടെ മോളിക്ക് ഒറ്റയ്ക്ക് എന്തൊക്കെയോ ആയുധം എന്നടി താഴ്ത്ത് അവൻ്റെ അന്ത്യമായിരിക്കും ഇവിടെ കുറെ വാള് കണ്ട അപ്പൊ അതിനർത്ഥം നമ്മൾ ഇവിടെ കിട വന്നേ അറിയ ഡെസ്റ്റിനേഷൻ ആരുടെ എത്ര ദൂരൊക്കെ അടിക്കണേ പെട്ടി മൊത്തം നമുക്ക് അടിച്ചു വീട്ടിൽ പോകാം രണ്ടെണ്ണം കിട്ടിയിട്ടാ സ്നൗട്ടും കിട്ടിയെന്ന് തോന്നുന്നു എനിക്ക് രണ്ടും ഒരു പെട്ടിയാണ് കിട്ടിയത് ബാസിന്ന് കഴിഞ്ഞു എടാ ഇവിടെ ഒന്നും ഇല്ലേ അവിടെ ഞാൻ നോക്കിയാൽ കേട്ടോ ഇവിടെ എടുത്തേ ഇങ്ങോട്ട് വാടാ കള്ളം അവനാ തന്തയിലെ തമ്മിൽ ചെയ്ത് ഇവിടെ കുടിച്ചിരിക്കും എടാ രണ്ടാമത് പോയാലോ വാടാ കൂച്ചു ഞാൻ സമ്പാദിച്ചിട്ടുണ്ട് ഇത്ര ബ്ലോക്കുകൾ കിട്ടി 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 കിട്ടിയാ എടാ പട്ടി എടാ ഞാൻ രണ്ടാമത്തെ തിരിച്ചു സ്നൗട്ട് കിട്ടി കരിമ്പാലാടെ നമുക്ക് കിട്ടാവുന്ന കൂടെ കിട്ടി വാ നമുക്ക് വീട്ടിൽ പോയാലോ എടാ 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 ഒരു വെട്ടി നീയാണ് എടുത്തല്ലേ അപ്പൊ രണ്ടാമത്തെ വെട്ടി ഞാനല്ലേ പള്ളി പോയി പറയാം ഒരു പോയില്ല ഒരു ശവല് കിട്ടി ഞാൻ എനിക്ക് കിട്ടി വാ തീപ്പെട്ടിയുടെ തോട്ടം സ്ട്രിങ് ഞാനങ്ങനെ വെച്ചിരിക്കും തോട്ടം അല്ല ഞാൻ എടാ ഒരു പ്രൊജക്ടൈൽ പ്രൊട്ടക്ഷൻ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗോൾഡ് ഒക്കെ എനിക്കാണ് ഞാൻ കുറച്ച് സമ്പാദിച്ചിട്ടുണ്ട് തുടങ്ങി നീ പറഞ്ഞ ഞാൻ പോവാട്ടോ ഇവിടുന്ന് കുറച്ച് കോഡ്സ് ഒക്കെ എടുക്കാൻ പറ്റാൻ എടുക്കാം എടുക്കാൻ പറ്റുന്ന അത്ര എടുക്കുക
എന്നിട്ട് ചാവുക. ഇതേതാ പറ്റി ലാവി കൊണ്ടിട്ട് നമുക്ക് വരുമ്പോ ഒരുപാട് ആവശ്യങ്ങളൊക്കെ വരും. ഇതൊക്കെ എടുത്ത സ്ഥലം ഉണ്ടെങ്കിൽ ഞാക്കുണ്ടെങ്കിൽ ഞാൻ എനിക്ക് താമരം ചോറിയണം. ചുണ്ണിലാൽ അടിച്ച് കയറ്റി മറ്റാനെ. പക്ഷെ ഞാൻ ബെഡ് വാറിലൊക്കെ തിരിച്ചയക്ക് വരുന്നില്ല. ഞാൻ ജസ്റ്റ് വീടെത്തട്ടെ ഗൈസ്, എന്നിട്ട് കാണിക്കാം. ഗൈസ് നമ്മൾ ഫൈനലി ഇവിടെ എത്തിയിരിക്കുകയാണ്. സാധനം ഞാൻ തരില്ല. നീ അത് മേടിക്കാ അടിക്കല്ലേ. പക്ഷെ നീ അപ്പത്തെ ബോട്ടിലെത്തിയേ പാവുടനരാ. എടാ സ്കെൽട്ടാ നീ കളിക്കരുത്. ആള് നോക്കി എടാ എടാ എന്റെ ആടാ അടുത്ത അരി കരി കരി ഫസ്റ്റ് സെക്കൻഡ് പകരം 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 നമ്മൾ ഇത്രയും അവിടെ വെച്ച് കഴിഞ്ഞാൽ സാധനം തരും. വെക്കാലോ ഇതിന്റെ ലാഭവനാണല്ലോ. എത്ര കിട്ടി? 16 വെച്ചിട്ടുണ്ട്. എനിക്ക് ആകെ കിട്ടിയത് അതായത്. അടിച്ചു കഴിഞ്ഞാൽ സാധനം ഞാൻ തരുമോ? എന്നാ അയ്യോ അത് മാറിപ്പോയി. കിട്ടിയ എനിക്ക് ചവറ് വേണ്ട ഒന്നെടുത്ത്. എന്തിനും അതിരി കണ്ണിക്കണ്ട സാധനമൊക്കെ അത് കച്ചറ, അത് ട്രാഷാ. എടാ നെതറേറ്റ് സ്ക്രാപ്പ്, നെതറത്തെ സ്ക്രാപ്പ് ഒന്നും അവൾക്ക് വേണ്ട. എന്തായാലും എടുത്തേക്കാം. നമ്മ ടെംപ്ലേറ്റ് പിന്നെ ആ ഫ്രീ ആയിട്ടാ. അപ്പൊ നമ്മുടെ ഫാമൊക്കെ സെറ്റ് ആയി ഗൈസ്. ഇനി ഒരു ഫിക്സ്ഡ് കോസ്റ്റ് വേണം. ഞാൻ പറഞ്ഞ 32 എണ്ണത്തിന് 32 പൂളിന് 2 എമറാൾഡ് ഗൈസ്. അല്ല ശരി 2 ഡയമണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 16 എണ്ണത്തിന് ഒരു ഡയമണ്ട്. 16 ഏത് കളർ പൂളായാലും അതിന് എത്ര ഡയമണ്ട്. നാളെ നമുക്കൊരു നല്ല ഫാം ഉണ്ടാകണം ഗൈസ്. നാളെ നല്ല ഫാം ഉണ്ടാകണം. അപ്പൊ എപ്പോഴത്തേക്കും പോലെ ADയുടെ ഇൻസ്ട്രക്ഷൻ വേണം. എന്റെ ഫാം ഓക്കെ ആണോ നോക്കേ. ആ നമുക്ക് ഈ തോട്ടങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിടാൻ. കാരണം എപ്പോഴും ആവശ്യം വരികയെന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി ബെദറിനെ കൊള്ളു ഗൈസ്. നമുക്ക് ആദ്യം അടുത്തിന് നടക്കുമോ അത് വേറൊരു കാര്യം. പണ്ട് ഞാൻ മറ്റേ പാസ്റ്റിക്ക് പേടിച്ച് ഓ ഞാൻ മറ്റേ ബ്രിഡ്ജ് പഠിച്ചു ല്ലോ. സൈഡിൽ തന്നെ ഭാവിയിൽ നീയാ പറ്റി കാണിച്ചത്. എൻ്റെ അതിനകത്താണ് ഞാൻ ഒരു തോട്ടം വെച്ചത്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു ഞാൻ ഇത്ര കിടില സ്കിന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മര്യാദക്ക് പൊട്ടിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ കത്തി. ഞാൻ എപ്പി ഗെയിമർ where are you? I am on heaven. അല്ല അങ്ങനല്ല, ബ്രോ ഈസ് ഓൺ ഹെവൻ. നമ്മുടെ എക്സിബിയുടെ ഫ്ലാഗ് വഴി കാരോടൊന്നും കുഴപ്പമില്ല. കുളമ്പും ഉണ്ട്. ഓക്കെ ആ ഇങ്ങോട്ട് ഇവിടെ അതിന് ഫ്രൂട്ട് ഉണ്ട്. എന്നാൽ ഇവിടെ ഫ്രൂട്ട് സാധനം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് ഫ്രൂട്ട് ഉണ്ട്. അത് പശു ഇവിടെ എന്താണ് ഇതെന്താണ് ഇതിവിടെയൊക്കെ ഇലകൾ എന്തൊക്കെയാ കൊള്ളസംഖ്യ അവിടെ
നിന്നെയൊക്കെ ഞാനിന്ന് ആ താങ്ക് യു. അയ്യോ വെന്നെയോ എടാ ഒരു മരം മരാവൈലേ വെച്ചിട്ട് പോയത് ഞാൻ ഹെൽപ്പ് ചെയ്തു. അതിന് എത്തിയിട്ടല്ലോ ഞാൻ ചാവറായി. ആഹാ ഓഹോ ഫാം ചെക്ക് ചെയ്യാൻ വന്ന ഒരാളെ എടാ പട്ടി എങ്ങോട്ടോ നീ എന്നെ കൊണ്ടിട്ട് മാറി ഞാൻ വരാം ഓ നരൻ ഞാനൊരു നരൻ എനിക്ക് വേണം അതിന്റെ അവന്റെ ഇത്. എവിടെ ഓട്ടനായി കണ്ടു. നോട്ടില്ല സ്റ്റല്ലി നോട്ടില്ല ചാവടമായി മോനെ അയ്യോ എടാ ഡോൾഫിൻ അടിക്കണ് എടാ ഡോണ്ട് കിൽ മോൺസ്റ്റേഴ്സ്. എടാ ഡോൾഫിൻ പിന്നെ മോൺസ്റ്റർ മൈൻക്രാഫ്റ്റ് എന്റെ അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ കേട്ടില്ല പിന്നല്ലേ മൈൻക്രാഫ്റ്റ് എടാ പിൻഭാഗത്തെ വാലില്ലോ ആടിന് വാലില്ല. മൈൻക്രാഫ്റ്റ് നാട്ടിലേക്ക് പോയി നോക്കത്തി വാലുണ്ടോ ചുണ്ടിണ്ടോ അല്ല പ്രിയമാർ ഇവിടെ ആ എടാ മോക്സസ് പോണ മോപ്പാണോടാ ആദ്യം നോക്കാൻ പറ്റി പോയി നല്ല കുറവുണ്ട്. ഇല്ലല്ല തോന്നലായിരിക്കും എടാ അതേ ആ അവിടെ ഒരു മോൺസ്റ്ററും ഇല്ല ഇവിടെ ഇപ്പൊ ഈ രണ്ടിലാടിന്റെ ഇതെന്താ ആവശ്യമുണ്ട് എവിടെ നീ ഇത്രയും വലിയ സ്ഥലം നിറയ്ക്കാൻ നീ എന്ത് ചെയ്യും? നീ കെട്ടുമ്പോ ഇത് മഞ്ഞ ഉണ്ടായിരുന്നു. എന്ത് മഞ്ഞ മഞ്ഞ പൂളയിലുണ്ടായിരുന്നു ഇല്ല ഈ മഞ്ഞയൊക്കെ ഞാൻ കൂടി ഇട്ടതാ ഇവിടെയൊക്കെ എന്തിനായിരുന്നു നീ അവിടെ മഞ്ഞ കൊണ്ട് വെച്ചത്? എനിക്കറിയാം. എന്തായിരുന്നു എന്റെ ഷീൽഡ് പട്ടി എന്റെ ഇത് ഹെൽത്ത് 3 ഹാർട്ട് അടിച്ചാലേ തോട്ടം പൊടിക്കട്ടെ വേണ്ട തോട്ടമല്ലേ കുട്ടികളെ ആ ഒരു രണ്ട് ഇതെന്ന് ബെറ്റർ ഇതാണ് അത് സൈഡ് കൂടിയും അങ്ങനെ പോവാൻ വേണ്ട പോലെ ഇതൊരു ഫ്രണ്ട് കാല് ഡോർ വെക്കണ എടാ മതി ആ തോള കണ്ടുപിടിച്ചു കാറ്റ് കറക്കായി വാതലില്ല ഇവിടെ അവിടെ ഇവിടെ ഫ്ലാഗ് നമ്മളെ തൊട്ട് ഇവിടെ ഫ്ലാഗ് അല്ല പിന്നെ ഷീപ്പ് ആണെങ്കിൽ കുളമ്പില്ല എടാ ഷീപ്പിന് കുളമ്പില്ല താങ്കൾ നോക്കാദ്യം കൊച്ചു കള്ളൻ തോട്ടം എടുത്താ കൊന്നോളി ഇത് എന്റെ ചെസ്റ്റാണല്ലോ അയ്യോ ഇത് ഇന്ത്യൻ ആയിരുന്നാ ഇതാ നീ ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തു തരാം അത് മര്യാദ കേട്ടോ ശരിക്കും ഫുൾ കള്ളനാണ് പക്ഷെ എന്തൊക്കെയോ എടുത്തൊക്കെ വെച്ചിട്ട് അനീതി കിടക്കും ഫാം കൊണ്ടൊക്കെ ചവറയുടെ ഞാൻ വീസ്റ്റ് വെക്കത്തെ അല്ല ബ്ലഡി ഫുൾ ഇളവാടാ ഒരു PvP തോട്ടൂട്ട് അപ്പൊ ഏടുകേപ്പറിന് PvP ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത് ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എന്തൊക്കെ പറയുന്നത് അല്ലെങ്കിൽ കമന്റ് ചെയ്യണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം ഏടുകേപ്പറ ഒന്ന് അടിക്കും ഇത് ചെയ്യണം അപ്പൊ എല്ലാം ചെയ്യണം ഗൈസ് പിന്നെ കുണ്ടിക്കിട്ട് കുത്തി പിന്നെ ഡിസംബർ അല്ല ഏപ്രിൽ 13 നമ്മുടെ സർവർ ലോഞ്ച് ആണ് അപ്പൊ എല്ലാവരും വരാൻ പണ്ടവരൊക്കെ വരണം ഗൈസ്. ഓ ഗൈസ് ബൈ.